ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അവക്കാഡോ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ അവക്കാഡോ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അവക്കാഡോന് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. അപ്പം ഞാനിത് മീഡിയം സൈസുള്ളവരെണ്ണം എടുത്തിട്ട് അതിന് സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹെൽത്തിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷർ, കിഡ്നീൻ്റെ ഫങ്ഷൻ, അതുപോലെ തന്നെ കുറേ വിറ്റമിൻസ് എല്ലാം ഉള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പം മാക്സിമം എല്ലാവരും കഴിക്കാനായിട്ട് ഇത് പരിശ്രമിക്കുക. ഇനി ഞാനതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് മാത്രം ആ സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ രാവിലെ ടൈമില്ല, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഈ ഷേക്ക് അടിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ, ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ അത്രയും ഫില്ലാകുന്ന ഒരു ഒരു ഷേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് 2 മിനിറ്റ്സ് പോലും വേണ്ട. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് ഒരു കപ്പ് പാലൊഴിക്കുകയാണ്. അത് ഞാനിവിടെ ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആണ് ഉള്ളതെങ്കിൽ അത് വിട്ട് നിങ്ങൾക്ക് ഷേക്ക് അടിക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതിൽ ഓപ്ഷണലാണ്, ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം. എനിക്ക് ഐസ് ക്യൂബ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ഇടുകയാണ്. ഇനി അത് മിക്സിയിൽ ഞാൻ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു തിക്ക് ഷേക്ക് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര തിക്കായിരിക്കും ഈ അവക്കാഡോ എന്ന് പറയുമ്പോൾ. അപ്പം ഞാനത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്